നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2025 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഇതിനോടകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ദാ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് മാറ്റിവെച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചും ഓസ്കാർ പുരസ്കാരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനായിട്ട് പറ്റിയില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ ഈ ക്ലാസ്സിൽ ഓസ്കാർ പുരസ്കാരം, അതുപോലെ തന്നെ കാൻ ചലച്ചിത്ര പുരസ്കാരം. ഓസ്കാർ പുരസ്കാരം 2025 പക്ഷേ കാൻ ചലച്ചിത്ര പുരസ്കാരം 2024 ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരമുണ്ട്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് ഉണ്ട്. അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ പറയുന്ന ചില കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് ക്ഷമയോടുകൂടി ഈ ക്ലാസ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. നോട്ട്സ് ഉടനെ തന്നെ, ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ വരത്തില്ല. അത് ടൈപ്പ് ചെയ്തെടുക്കുന്ന ഒരു സമയമൊക്കെ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും ടെലഗ്രാം ചാനലിൽ നോട്ട് വരിക. എന്തായാലും നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ആദ്യം 2025 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഓസ്കാർ പുരസ്കാരം, അല്ലേ? ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ 2025 97ാമത് ഓസ്കാർ പുരസ്കാരം, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അവതാരകൻ, ഇത്തവണത്തെ അവതാരകൻ ആരായിരുന്നു എന്നുള്ളത് ഒരു നല്ല ചോദ്യമായിരിക്കും. 97ാമത് ഓസ്കാർ പുരസ്കാരം 2025, ഈ ചടങ്ങിലെ അവതാരകൻ ആരായിരുന്നു? ഓരോ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന അവതാരകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കോനൻ ഒബ്രിയൻ ആണ്. ആരാണ്? കോനൻ ഒബ്രിയൻ. അറിയപ്പെടുന്ന ഒരു ഹാസ്യ നടനാണ്, എമ്മി പുരസ്കാര ജേതാവാണ് കോനൻ ഒബ്രിയൻ. കോനൻ ഒബ്രിയൻ ആയിരുന്നു 97ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൻ്റെ അവതാരകൻ. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 97ാമത് ഓസ്കാർ പുരസ്കാരം, ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അനോറ എന്ന് പറയുന്ന ചിത്രമാണ്. ഏതാണ്? അനോറ. 97ാമത് ഓസ്കാർ പുരസ്കാരം ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? അനോറ. അനോറ എന്ന് പറയുന്ന ചിത്രത്തിന് 5 ഓസ്കാർ പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം, ഏറ്റവും മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം, ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം, ഏറ്റവും മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം, ഏറ്റവും മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള പുരസ്കാരം എന്നിങ്ങനെ 5 പുരസ്കാരങ്ങളാണ് ഏത് ചിത്രം നേടിയത്? അനോറ. അപ്പോൾ 2025 97ാമത് ഓസ്കാർ പുരസ്കാരം ഏറ്റവും മികച്ച ചിത്രം അനോറ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച സംവിധായകൻ, ഏറ്റവും മികച്ച സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഈ അനോറ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ഷോൺ ബേക്കറിനാണ് ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഷോൺ ബേക്കറിന് ലഭിച്ചു, അല്ലെ? ആരുടെ സംവിധായകൻ? അനോറയുടെ സംവിധായകൻ ഷോൺ ബേക്കർ. അതുപോലെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ മൈക്കി മാഡിസൺ ആണ് ലഭിച്ചത്. ആർക്കാണ്? മൈക്കി മാഡിസൺ. ഏറ്റവും മികച്ച നടിക്കുള്ള 97ാമത് ഓസ്കാർ പുരസ്കാരം നേടിയത് മൈക്കി മാഡിസൺ ആണ്. ആരാണ് എന്ന് ചോദിച്ചാൽ അനോറയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അവരാണ്. അപ്പോൾ അനോറയിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മൈക്കി മാഡിസൺ ആണ്. ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം അനോറയുടെ സംവിധായകൻ ഷോൺ ബേക്കർക്കാണ്. അപ്പോൾ അത് ഓർക്കാൻ എളുപ്പമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച സഹനടിക്കുള്ള പുരസ്കാരം അറിഞ്ഞു വെക്കണം. ഏറ്റവും പ്രധാനം മികച്ച സംവിധായകൻ, മികച്ച നടി, മികച്ച ചിത്രമൊക്കെയാണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കണമല്ലോ.
അപ്പൊ അതുകൊണ്ട് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് ആര് എന്ന് കൂടി മനസ്സിലാക്കണം. സോയി സൽദാന. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സോയി സൽദാനക്കാണ്. അത് വേറൊരു സിനിമയ്ക്കാണ്. എമിലിയ പെരസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് സോയി സൽദാനക്കാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ആ കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുക. 97ാമത് ഓസ്കാർ പുരസ്കാരം 2025 അതിന്റെ അവതാരകൻ കോനൻ ഒബ്രിയൻ ആയിരുന്നു. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയാണ്. 5 പുരസ്കാരങ്ങളാണ് അനോറയ്ക്ക് ലഭിച്ചത്. അതിന്റെ സംവിധായകനായ ഷോൺ ബേക്കർ തന്നെയാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത്. അനോറയിൽ അഭിനയിച്ച മൈക്കി മാഡിസൺ ആണ് ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. ഇനി അത് കഴിഞ്ഞിട്ട് സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? സോയി സൽദാന. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം 97ാമത് ഓസ്കാർ പുരസ്കാരം ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അഡ്രിയാൻ ബ്രോഡിക്കാണ്. ആർക്കാണ്? അഡ്രിയാൻ ബ്രോഡി. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമ. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് അഡ്രിയാൻ ബ്രോഡിക്കാണ് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് 3 ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. അനോറയ്ക്ക് 5 പുരസ്കാരം ലഭിച്ചപ്പോൾ ബ്രൂട്ടലിസ്റ്റിന് 3 പുരസ്കാരം ലഭിച്ചിരുന്നു. ഈ 2 ചിത്രങ്ങൾ തമ്മിലായിരുന്നു പരസ്പരം മത്സരിച്ചിരുന്നത്. അപ്പൊ ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന് അഡ്രിയാൻ ബ്രോഡിക്കാണ് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? മികച്ച സഹനടൻ കീറൻ കൾക്കിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. വേറൊരു ചിത്രമാണ്. കീറൻ കൾക്കിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. എ റിയൽ പെയിൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് കീറൻ കൾക്കിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. ഏത് സിനിമ? ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന്. മികച്ച സഹനടൻ കീറൻ കൾക്ക്. ഏതാണ് സിനിമ? എ റിയൽ പെയിൻ എന്ന് പറയുന്ന സിനിമ. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 97ാമത് ഓസ്കാർ പുരസ്കാരം. ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 97ാമത് ഓസ്കാർ പുരസ്കാരം നേടിയത് ഒരു ബ്രസീലിയൻ ചിത്രമാണ്. ആ ബ്രസീലിയൻ ചിത്രത്തിന്റെ പേരാണ് ഐ ആം സ്റ്റിൽ ഹിയർ. അല്ലെ? ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ബ്രസീലിയൻ ചിത്രം 97ാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 97ാമത് ഓസ്കാർ പുരസ്കാരം ഷോർട്ട് ഫിലിം വിഭാഗത്തില്, ഹ്രസ്വചിത്ര വിഭാഗത്തില് ഒരു ഇന്ത്യൻ ചിത്രം മത്സരിച്ചിരുന്നു. ഏതാണ് ചിത്രം എന്ന് ചോദിച്ചാൽ അനുജയാണ്. ഷോർട്ട് ഫിലിം വിഭാഗത്തില് ഒരു ഇന്ത്യൻ ചിത്രം മത്സരിച്ചിരുന്നു. ഏതാണെന്ന് ചോദിച്ചാൽ അനുജ എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രത്തിന് പുരസ്കാരം ഒന്നും ലഭിച്ചില്ല, പക്ഷെ മത്സരിച്ചിരുന്നു. അത് ഏത് ചിത്രം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏതാണ്? അനുജ. അല്ലെ? അപ്പൊ ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിലുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ഒരു ബ്രസീലിയൻ ചിത്രമാണ്. ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. ശരി, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓസ്കാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഇനി നമുക്ക് വേറൊരു ഭാഗത്തോട്ട് വരാം. 2024 കാൻ ഫിലിം ഫെസ്റ്റിവൽ അല്ലെ? അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു സിനിമ വരും. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് അല്ലെ? 2024 കാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഒരു മലയാളിയുടെ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്ന ചിത്രം എന്ന് പറയുന്നത് അതാണ്. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് അല്ലെ? പാൻ ഡി ഓർ വിഭാഗത്തിലോട്ട് 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം. പാൻ ഡി ഓർ മത്സര വിഭാഗത്തിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം. ഏറ്റവും മികച്ച ചിത്രത്തിന് കാൻ ഫിലിം ഫെസ്റ്റിവൽ നൽകുന്ന പുരസ്കാരമാണ് ഏത്? പാൻ ഡി ഓർ പുരസ്കാരം. ഇതിനു മുമ്പ് സ്വം എന്ന് പറയുന്ന ചിത്രമാണ് 30 വർഷങ്ങൾക്ക് മുമ്പ് പാൻ ഡി ഓർ വിഭാഗത്തിൽ മത്സരിച്ച ഇന്ത്യൻ ചിത്രം. സ്വം എന്ന് പറയുന്ന ചിത്രം അല്ലെ? സ്വം എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തതാരെന്ന് നിങ്ങൾക്ക് അറിയാം, ഷാജി എൻ കരുൺ. പിറവി എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തതാരെന്ന് നിങ്ങൾക്ക് അറിയാം, ഷാജി എൻ കരുൺ അല്ലെ? മലയാളത്തിൽ അറിയപ്പെടുന്ന സംവിധായകനാണ്, ഛായാഗ്രഹകനാണ്. ആര്? ഷാജി എൻ കരുൺ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വം എന്ന് പറയുന്ന സിനിമയാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റിന് മുമ്പായിട്ട്
പാം ഡി ഓർ മത്സര വിഭാഗത്തിൽ കാൻ ചലച്ചിത്രമേളയിലോട്ട് മത്സരിച്ചത്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കണം. 2023 JC ഡാനിയൽ പുരസ്കാരം ഏറ്റവും റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചതാണ്. 2024 അവസാനം പ്രഖ്യാപിച്ചതാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് അറിയാമോ? ഷാജി എൻ കരുണാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം. സംശയം വരരുത്. 2022 JC ഡാനിയൽ പുരസ്കാരമാണ് TV ചന്ദ്രന് ലഭിച്ചത്. ആർക്കാണ്? TV ചന്ദ്രൻ. അല്ലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് 2024 കാൻ ചലച്ചിത്രമേള. ആ കാൻ ചലച്ചിത്രമേളയിൽ പാം ഡി ഓർ വിഭാഗത്തിലോട്ട് മത്സരിച്ച ഇന്ത്യൻ സിനിമ ഏതാണ് എന്ന് ചോദിച്ചാൽ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രമാണ്. ആ സിനിമയുടെ സംവിധായകയെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഒരു വനിതയാണ് സംവിധാനം ചെയ്തത്. അതാണ് പായൽ കപാഡിയ. ആരാണ്? പായൽ കപാഡിയ സംവിധാനം ചെയ്ത ചിത്രം ആൾ വി ഇമാജിൻ അസ് ലൈറ്റ്. അല്ലെ, മലയാളികളായിട്ടുള്ള കനി കുസൃതി, ദിവ്യ പ്രഭ എന്നിവർ അഭിനയിച്ച സിനിമ കൂടിയാണ് ആൾ വി ഇമാജിൻ അസ് ലൈറ്റ്. പക്ഷേ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള പാം ഡി ഓർ പുരസ്കാരം ആർക്ക് ലഭിച്ചില്ല? ആൾ വി ഇമാജിൻ അസ് ലൈറ്റിന് ലഭിച്ചില്ല. മറ്റൊരു ചിത്രത്തിനാണ് ലഭിച്ചത്, അനോറ എന്ന് പറയുന്ന സിനിമയ്ക്ക്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള 97ാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? അനോറ. ആ അനോറ എന്ന് പറയുന്ന ചിത്രത്തിന് തന്നെയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 2024 പാം ഡി ഓർ വിഭാഗത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ഏതിന് ലഭിച്ചത്? ആൾ വി ഇമാജിൻ അസ് ലൈറ്റിന് ലഭിച്ചത്. ഏറ്റവും മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം അതിന് പറയുന്നത് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് എന്നാണ്. അപ്പൊ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം പാം ഡി ഓർ പുരസ്കാരം അനോറ നേടിയപ്പോൾ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം ഏത് സിനിമ നേടി? ആൾ വി ഇമാജിൻ അസ് ലൈറ്റ് നേടി. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്, പായൽ കപാഡിയ, അനോറ മികച്ച ചിത്രം അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. 2024 കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം അങ്ങനെ ഒരു പുരസ്കാരമുണ്ട്. അതായത് മികച്ച സിനിമാറ്റോഗ്രാഫർക്ക്, അതായത് ഫിലിം ഛായാഗ്രഹകന് നൽകുന്ന പുരസ്കാരമാണ് പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം. ഏറ്റവും മികച്ച സിനിമാറ്റോഗ്രാഫർക്ക് നൽകുന്ന പുരസ്കാരം, ഛായാഗ്രഹകന് നൽകുന്ന പുരസ്കാരമാണ് പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം. ആദ്യമായിട്ട് ഈ പുരസ്കാരം ഒരു ഇന്ത്യക്കാരന് 2024 ലഭിച്ചു. ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ് ലഭിച്ചത്? സന്തോഷ് ശിവനാണ് ലഭിച്ചത്. അപ്പോൾ 2024 കാൻ ചലച്ചിത്ര മേളയിൽ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സന്തോഷ് ശിവനാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം 2024 വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. ന്യൂയോർക്ക് ആസ്ഥാനമായിട്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം 2024. 2024 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം ഏറ്റവും മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്രത്തിനുള്ള 2024 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം നേടിയ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ചിത്രമാണ് ആൾ വി ഇമാജിൻ അസ് ലൈറ്റ് അല്ലെ. അപ്പൊ ഓസ്കാർ പുരസ്കാരം ആൾ വി ഇമാജിൻ അസ് ലൈറ്റിന് ലഭിച്ചിട്ടില്ല. പിന്നെ കാൻ ചലച്ചിത്രമേളയിൽ പാം ഡി ഓർ പുരസ്കാരം ലഭിച്ചിട്ടില്ല. പക്ഷേ കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം ആൾ വി ഇമാജിൻ അസ് ലൈറ്റിന് ലഭിച്ചിരുന്നു. അതേസമയം 2024 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം ഏറ്റവും മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അത് ആൾ വി ഇമാജിൻ അസ് ലൈറ്റിന് ലഭിച്ചു. ശ്രദ്ധിച്ചു വയ്ക്കണം, ചോദിക്കാൻ കൊള്ളാം. ഇനി അത് കഴിഞ്ഞിട്ട് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള, 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അല്ലെ. അപ്പൊ ആ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 29ാമത് 2024. അപ്പൊ അതിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 29ാമത് അന്താരാഷ്ട്ര
ചലച്ചിത്രമേള, സംസ്ഥാന ചലച്ചിത്രമേള. അതിലെ മുഖ്യ അതിഥി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഷബാന ആസ്മിയാണ്. ആരാണ്? ഷബാന ആസ്മി. ഷബാന ആസ്മിയെ നിങ്ങൾക്ക് പരിചയമുണ്ട്. അറിയപ്പെടുന്ന നടിയാണ്. ആര്? ഷബാന ആസ്മി. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആരെന്നറിയാമോ? ഷബാന ആസ്മിയാണ്. 5 തവണ. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ നടിയാണ് ഷബാന ആസ്മി. ആ ഷബാന ആസ്മി ആയിരുന്നു 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ മുഖ്യ അതിഥി എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ്, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. അതിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് 2024, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2024, അതിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് ആര് എന്ന് ചോദിച്ചാൽ പായൽ കപാഡിയാണ്. പരിചയപ്പെടുത്തണ്ടല്ലോ, പായൽ കപാഡിയ അല്ലെ. അപ്പോൾ മുഖ്യ അതിഥി ആരായിരുന്നു? ഷബാന ആസ്മി ആയിരുന്നു. അതേസമയം സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കിട്ടിയത് ആർക്കാണ്? പായൽ കപാഡിയയ്ക്കാണ്. തിരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2024, അതിലെ ഉദ്ഘാടന ചിത്രം, മിക്കവാറും അങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിലെ ഉദ്ഘാടന ചിത്രം ഒരു ബ്രസീലിയൻ ചിത്രമായിരുന്നു. ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. ഐ ആം സ്റ്റിൽ ഹിയർ അല്ലെ. നമ്മൾ ഓസ്കാർ അവാർഡ് പഠിച്ചപ്പോഴും ഈ ചിത്രം പരിചയപ്പെട്ടതാണ്. ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 97ാമത് 2025 ഓസ്കാർ പുരസ്കാരം നേടിയത് ഈ ചിത്രമാണ്. ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. ഇവിടെ ഇപ്പൊ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അതിന്റെ ഉദ്ഘാടന ചലച്ചിത്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതേസമയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചക്കോരം, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചക്കോരം പുരസ്കാരം നേടിയതും ഒരു ബ്രസീലിയൻ ചിത്രമാണ്. ആ ബ്രസീലിയൻ ചിത്രത്തിന്റെ പേരാണ് മാളു. മാളു മാളു എന്നോ മാലു എന്നോ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ചലച്ചിത്രോത്സവത്തിലെ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ മാളു അല്ലെങ്കിൽ മാലു ആണ്. അതും ഒരു ബ്രസീലിയൻ ചിത്രമാണ്. അപ്പോൾ ഉദ്ഘാടന ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ബ്രസീലിയൻ ചിത്രമായിരുന്നു. ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ബ്രസീലിയൻ ചിത്രമാണ് മാളു എന്ന് പറയുന്ന സിനിമ. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രം, ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രം അല്ലെ. കേരളത്തിൽ വെച്ച് നടന്ന ഒരു ചലച്ചിത്രമേളയാണ്. അപ്പോൾ ജനപ്രീതി കൂടുതലും വരുന്നത് തീർച്ചയായിട്ടും ഒരു മലയാള സിനിമയ്ക്കായിരിക്കാനാണ് സാധ്യത. ആ സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. അപ്പോൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയാണ്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ഈ സിനിമയുടെ സംവിധായകൻ ആരാണ്? ഫാസിൽ മുഹമ്മദ്. ഈ സിനിമയുടെ സംവിധായകൻ ആരാണ്? ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് 29ാമത് കേരള ചലച്ചിത്രോത്സവത്തിന്റെ, കേരള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അതിലെ ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രം. ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. സംവിധാനം ചെയ്ത ആരാണ്? ഫാസിൽ മുഹമ്മദ്. ഈ സിനിമ തന്നെയാണ് ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അതില് ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഒരു സിനിമ തന്നെയാണ്. ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 മികച്ച സംവിധായകനുള്ള പുരസ്കാരം, മികച്ച സംവിധായകനുള്ള പുരസ്കാരം അല്ലെ. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മാളുവിനാണ് അല്ലെ. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഫർഷാദ് ഹാഷ്മിക്കാണ്. ഫർഷാദ് ഹാഷ്മിക്കാണ്, ഇറാനിയൻ സംവിധായകൻ ഫർഷാദ് ഹാഷ്മിക്കാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2024, 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2024 അല്ലെ.
അവിടെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ്. അപ്പോൾ 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, അതില് ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ എന്ന് പറയുന്ന സിനിമയാണ്. ഏതാണ്? കാതൽ. ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമയാണ്. കാതൽ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ജിയോ ബേബി. അപ്പോ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2024 ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? കാതൽ. ഇനി ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും മികച്ച സംവിധായകൻ, അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും സംശയം വരത്തില്ല, ബ്ലസ്സിയാണ് സംവിധായകൻ. ഏതാണ് ആ സിനിമ? ആട് ജീവിതം അല്ലെ. അപ്പൊ 2024 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും മികച്ച ചിത്രം കാതൽ. അത് സംവിധാനം ചെയ്തത് ആരാണ്? ജിയോ ബേബിയാണ്. ജിയോ ബേബിക്കല്ല ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ബ്ലസ്സിക്കാണ്, ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനത്തിന്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ചോദ്യം, ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരമോ? അതിനകത്ത് സംശയമൊന്നും അല്ലല്ലോ. ആർക്കാണ്? പൃഥ്വിരാജ് സുകുമാരൻ. പൃഥ്വിരാജ് സുകുമാരൻ. ഏതാണ് സിനിമ? ആട് ജീവിതം. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. 2 പേരെന്ന് പറയുമ്പോൾ ഒന്ന് ഉർവശി, വേറൊന്ന് ബീന ആർ ചന്ദ്രൻ. ഒന്ന് ഉർവശി, വേറൊന്ന് ബീന ആർ ചന്ദ്രൻ. ഉർവശിക്ക് ലഭിച്ചത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ബീന ആർ ചന്ദ്രന് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം തടവ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ 2024 കേരള ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം കാതൽ, മികച്ച സംവിധായകൻ ബ്ലസ്സി, മികച്ച നടൻ ആരാണ്? പൃഥ്വിരാജ് സുകുമാരൻ, മികച്ച നടി 2 പേരാണ് ഉർവശി, ബീന ആർ ചന്ദ്രൻ. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും മികച്ച ചിത്രം. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2024 ഏറ്റവും മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ആട്ടം എന്ന് പറയുന്ന സിനിമയാണ്. ഏതാണ്? ആട്ടം അല്ലെ. ആ സിനിമയുടെ സംവിധായകൻ ആരെന്ന് കൂടി ശ്രദ്ധിച്ചു വെക്കുക, ആനന്ദ് ഏകർഷി. ആരാണ്? ആനന്ദ് ഏകർഷി. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആട്ടം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത സിനിമയാണ്. അതേസമയം ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആനന്ദ് ഏകർഷിക്കല്ല. ആർക്കാണ്? സൂരജ് ആർ ബർജാത്യക്കാണ്. ആർക്കാണ്? സൂരജ് ആർ ബർജാത്യ. ഊഞ്ചായി എന്ന് പറയുന്ന സിനിമയ്ക്ക്, ഊഞ്ചായി എന്ന് പറയുന്ന ഹിന്ദി സിനിമയ്ക്കാണ്. ആ സിനിമ സംവിധാനം ചെയ്തതിനാണ് സൂരജ് ആർ ബർജാത്യക്ക് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആട്ടം മികച്ച ചിത്രം, പിന്നെ മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാത്യ. ഒരു പക്ഷേ ഈ പേര് നിങ്ങൾക്ക് പരിചയം കാണത്തില്ല, പക്ഷെ ഈ പറഞ്ഞ സംവിധായകന്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. മെയ്നെ പ്യാർ കിയ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് സിനിമയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹം ആപ്കെ ഹെ കോൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതായത് ബോളിവുഡിലെ ആദ്യത്തെ 100 കോടി ചിത്രമാണ്. സൽമാൻ ഖാൻ നായകനായി മാധുരി ദീക്ഷിത്തൊക്കെ അഭിനയിച്ച ഹം ആപ്കെ ഹെ കോൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയൊക്കെ സംവിധാനം ചെയ്ത ആളാണ് സൂരജ് ആർ ബർജാത്യ. അദ്ദേഹത്തിന്റെ സിനിമയാണ് ഏത്? ഊഞ്ചായി. അദ്ദേഹം സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്കാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? സൂരജ് ആർ ബർജാത്യക്ക് ലഭിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച നടൻ അല്ലെ. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2024 മികച്ച നടൻ ആരെന്ന് ചോദിച്ചാല് അത് നിങ്ങൾക്ക് അറിയാം, ഋഷഭ് ഷെട്ടി. സിനിമ ഏതാണ്? കാന്താര. എന്തായാലും ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാന്താര എന്ന് പറയുന്ന സിനിമ കന്നഡ സിനിമയാണ് അല്ലെ. ഒരുപാട് ഈ പറഞ്ഞ ജനപ്രീതി നേടിയ ഒരു സിനിമയാണ് കാന്താര. ഋഷഭ് ഷെട്ടി ആരാണ്? ഈ മികച്ച നടൻ ഋഷഭ് ഷെട്ടി. കേരള ചലച്ചിത്ര പുരസ്കാരം വരുമ്പോൾ മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരനാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം വരുമ്പോൾ മികച്ച നടൻ എന്ന് പറയുന്നത് ഋഷഭ് ഷെട്ടിയാണ്. കേരള ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ്. അതേസമയം ദേശീയ ചലച്ചിത്ര പുരസ്കാരം സൂരജ് ആർ ബർജാത്യയാണ്. കേരള ചലച്ചിത്ര പുരസ്കാരം മികച്ച സിനിമ കാതലാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സിനിമ ഏതാണ്? ആട്ടമാണ്. ആ വ്യത്യാസം കൂടി ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം
2024 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. കേരള ചലച്ചിത്ര പുരസ്കാരം 2024 മികച്ച നടി 2 പേർക്കാണ് ലഭിച്ചത് അല്ലെ. ഉർവശിക്കും ബീന ആർ ചന്ദ്രനുമാണ് ലഭിച്ചത്. ബീന ആർ ചന്ദ്രൻ. ഇവിടെ ഇപ്പോ നിത്യ മേനോനും മാനസി പരേഖിനുമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? നിത്യ മേനോൻ, മാനസി പരേഖ്. നിത്യ മേനോനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. മാനസി പരേഖ് ഒരു ഹിന്ദി നടിയാണ്. കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ അഭിനയത്തിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്. നിത്യ മേനോൻ, മാനസി പരേഖ് മികച്ച നടിമാർക്കുള്ള പുരസ്കാരം. അപ്പോൾ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2024 മികച്ച ചിത്രം ഏതാണ്? ആട്ടമാണ് അല്ലെ. ഇനി ഇതിനു പുറമെ ഓരോ ഭാഷയിലെയും മികച്ച ചിത്രം വേറെ പ്രത്യേകം തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുത്തപ്പോ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മികച്ച ചിത്രം, ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം, ഇത് മൊത്തത്തിലുള്ള പുരസ്കാരമാണ് ആട്ടത്തിന് കിട്ടിയത്. ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. സൗദി വെള്ളയ്ക്ക. ആ സിനിമയുടെ സംവിധായകനെ ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കണം. ആരാണ്? തരുൺ മൂർത്തി അല്ലെ. മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട് തുടരും. ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? തരുൺ മൂർത്തിയാണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. സൗദി വെള്ളയ്ക്ക, സംവിധായകൻ തരുൺ മൂർത്തി അല്ലെ. വേറൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, ഫാസിൽ മുഹമ്മദ്. ഫാസിൽ മുഹമ്മദിന്റെ സിനിമ ഏതാണ്? ഫെമിനിറ്റി ഫാത്തിമ. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള മികച്ച സിനിമയായിട്ട്, മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിറ്റി ഫാത്തിമയാണ്. അതുപോലെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഏത് തന്നെയാണ്? ഫെമിനിറ്റി ഫാത്തിമയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചലച്ചിത്ര പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വയ്ക്കണം. 2025 ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ 2024 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം നേടിയ സിനിമയെക്കുറിച്ച് പറഞ്ഞു. 2024 കാൻ ചലച്ചിത്രമേളയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരം, 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത്. ഒന്നുപോലും വിട്ടുപോകാതെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഈ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വീഡിയോസിനൊക്കെ റീച്ച് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കിട്ടുന്ന റീച്ചാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതിന് ഞങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് മാറുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയും ശ്രമവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.